എല്ലാവർക്കും സ്വാഗതം യൂണിക്കോൺ എഡ്യൂ സീരീസിലേക്ക്. സോ നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഓരോ ടോപ്പിക്ക് വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. സോ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ ടോപ്പിക്കിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കായ അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയിലെ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ശേഷം, അതായത് നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തതിന് ശേഷം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓൾമോസ്റ്റ് സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിലല്ല, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നുള്ള രീതിയിൽ തന്നെയാണ് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അത് ഡിസ്കഷനായിട്ട് കൊടുത്തിട്ടില്ല. ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ആ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. സോ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയിലെ 20 ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ സെറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം സിമ്പിൾ ഫോർ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ്. നമ്മൾ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പം ടേം സിമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ടേം സിമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ മോളിക്കുലർ സ്പെക്ട്രം റൊട്ടേഷണൽ ട്രാൻസിഷൻസ് ഒക്വർ ഇൻ വിച്ച് റീജിയൺ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഏത് റീജിയനിലാണ് റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കുക? രണ്ടും സ്പെക്ട്രോസ്കോപ്പി പഠിക്കുന്നതിൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് ഐഡിയ ഉള്ളതെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ. Spectroscopic symbol or term symbol of the hydrogen atom is option 3 2s½ എന്നാണ്. അറ്റോമിക് നമ്പർ ഏതെങ്കിലും എലമെൻ്റ് ആറ്റമാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ടേം സിമ്പൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൊട്ടേഷണൽ ട്രാൻസിഷൻസ് നടക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സ്പെക്ട്രത്തിൻ്റെ ഏത് റീജിയനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈക്രോവേവ് റീജിയനിലാണ്. സോ നമ്മൾ മോളിക്കുലർ സ്പെക്ട്രം ഓരോ ട്രാൻസിഷൻസ് പഠിക്കുന്ന സമയത്ത് അത് ഏത് റീജിയനിലാണെന്നുള്ളതും കൂടി നോട്ട് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള ട്രാൻസിഷൻസ് കൂടി ഒന്ന് ഇൻഫ്രാറെഡ് ട്രാൻസിഷൻസ് കൂടി IR റീജിയനിലുള്ള ട്രാൻസിഷൻ കൂടി നോക്കുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ രാമൻ എഫക്റ്റ് ഈസ് എ റിസൾട്ട് ഓഫ്. ഓപ്ഷൻസ് വായിച്ച് നോക്കുക. ക്ലാരിറ്റി ഉള്ള രീതിയിൽ തന്നെ നോക്കിയിട്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ സെലക്ഷൻ റൂൾ ഫോർ വൈബ്രേഷണൽ ട്രാൻസിഷൻസ് ഇൻ IR സ്പെക്ട്രം ഈസ്. സെലക്ഷൻ റൂള് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ എല്ലാ ട്രാൻസിഷനിലുള്ള സെലക്ഷൻ റൂള് നോട്ട് ചെയ്ത് വെക്കുക. കമ്മിങ് ടു ദ ആൻസർ, ദ രാമൻ എഫക്റ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഓഫ് ഫോട്ടോൺസ്. ദി ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഓഫ് ഫോട്ടോൺസ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് എന്നുള്ള വേർഡ് തന്നെ ഓർത്തിട്ട് വെക്കുക. ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഉണ്ട്. ആ ടേം എന്താണെന്നുള്ളത്, ആ ഡിഫറൻസ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ സെലക്ഷൻ റൂൾ ഫോർ വൈബ്രേഷണൽ ട്രാൻസിഷൻ ഈസ് ΔV ഈസ് ഈക്വൽ ടു +or-1 ആണ്. അതായത് ട്രാൻസിഷൻ നടക്കുന്ന സ്റ്റേറ്റുകൾ തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ΔV എന്ന് പറയുന്നത് +or-1 ആയിരിക്കണം. So coming to the next question, the Lyman series of the hydrogen atom is observed in which region? Lyman series ഏത് റീജിയനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ 6th question, ഫ്ലൂറസീൻസ് ഇൻവോൾവ്സ്. ഫ്ലൂറസീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഫ്ലൂറസീൻസിന് മാച്ച് ആവുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കമ്മിങ് ടു ദ ആൻസർ, ദ ലൈമാൻ സീരീസ് ഈസ് ഇൻ ദ അൾട്രാവയലറ്റ് റീജിയൻ. അൾട്രാവയലറ്റ് റീജിയനിലാണ് നമ്മൾ ലൈമാൻ സീരീസ് ഒബ്സർവ് ചെയ്യുന്നത്. അതേപോലെ ബാൾമർ സീരീസ് വിസിബിൾ റീജിയനിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നോക്കിയിട്ട് റീജിയൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഫ്ലൂറസെൻസ് ഈസ് നത്തിങ് ബട്ട് ദ അബ്സോർപ്ഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് റീ എമിഷൻ ഓഫ് ലൈറ്റ്. അബ്സോർപ്ഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് റീ എമിഷൻ ഓഫ് ലൈറ്റ് എന്നാണ് നമ്മൾ ഫ്ലൂറസെൻസിനെ നമ്മൾ പറയുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Doppler effect in spectroscopy leads to. Doppler effect in spectroscopy leads to. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. അതേപോലെ 8th ക്വസ്റ്റ്യൻ, എ ഡയാറ്റോമിക് മോളിക്യൂൾ വിത്ത് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ക്യാൻ എക്സിബിറ്റ്. എന്താണ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ എക്സിബിറ്റ് ചെയ്യുക? എന്താണ്? അതിൽ ഏത് സ്പെക്ട്രമാണ്
റൊട്ടേഷണൽ മാത്രമാണോ, വൈബ്രേഷണൽ സ്പെക്ട്രം ഓൺലി ആണോ, അല്ലെങ്കിൽ സ്പെക്ട്രം ഒന്നും ഇല്ലേ എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കി തന്നെ ആൻസർ ചെയ്യുക. So coming to the answer of 7th question, the Doppler effect in spectroscopy leads to the broadening of the spectral lines. Broadening of the spectral lines. Spectral lines broadening ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഡോപ്ലർ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്നതാണ്. അതേപോലെ ഡയാറ്റോമിക് മോളിക്യൂളിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടെങ്കിൽ വിച്ച് എക്സിബിറ്റ് എ റൊട്ടേഷണൽ സ്പെക്ട്ര, അതിന് എന്തുണ്ടാവും, റൊട്ടേഷണൽ സ്പെക്ട്ര ഉണ്ടാവും. ഓക്കെ, കമ്മിങ് ടു ദ ലാസ്റ്റ് 2 questions of set 1. Frank Condon's principle explains. Frank Condon principle explains എന്താണെന്നുള്ളത് ഓപ്ഷൻസ് വായിച്ചു നോക്കുക. കൺഫ്യൂഷൻ വരുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യൻ നമ്പർ മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? Coming to the answer, the Frank Condon principle explains the intensities of vibrational bands in electronic transition. ഇലക്ട്രോണിക് ട്രാൻസിഷനിലുള്ള വൈബ്രേഷണൽ ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതേപോലെ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് സിമാൻ എഫക്റ്റ്. സിമാൻ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണെങ്കിൽ സ്റ്റാർക്ക് എഫക്റ്റ് ആയിരുന്നു ഓപ്ഷൻ വരേണ്ടിയിരുന്നത്. ഓക്കെ, അതുപോലെയുള്ള കാര്യങ്ങൾ കൂടി ഓരോ ക്വസ്റ്റ്യൻ്റെ കേസിൽ നോട്ട് ചെയ്ത് വെക്കുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് സെറ്റ് പ്രോബ്ലം. സോ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത്രയും നേരത്തെ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒന്ന് നോക്കുക. അതുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക. നിങ്ങളുടെ ഐഡിയാസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നോക്കുക. അപ്പം ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വീണ്ടും അറിയും. ഇനിയുള്ള സെറ്റ് ക്വസ്റ്റ്യൻസിൽ കുറച്ചുകൂടി ആൻസേഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. So set 2-ലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the Paschen series in the hydrogen spectrum correspond to the transition ending at in the Paschen സീരീസിൽ ഏത് മുതൽ ഏത് വരെയുള്ള ആണ് എവിടെയാണ് അവസാനിക്കുക എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റോക്സ് ലൈൻസ് ഇൻ ദ രാമൻ സ്പെക്ട്രം അപ്പിയേഴ്സ് അറ്റ്. സ്റ്റോക്സ് ലൈൻസ് എവിടെയാണ് കാണുക? സ്റ്റോക്സും ആൻറ്റി സ്റ്റോക്സും രാമൻ സ്പെക്ട്രത്തിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി വെക്കുക. കമ്മിങ് ടു ദ ആൻസർ, പാഷൻ സീരീസ് ആണെങ്കിൽ ദ സ്പെക്ട്രം കറസ്പോണ്ടിങ് ടു ദ ട്രാൻസിഷൻ എൻഡിങ് അറ്റ് n = 3. ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അതേപോലെ സ്റ്റോക്സ് ലൈൻസ് ഇൻ രാമൻ സ്പെക്ട്രം അപ്പിയേഴ്സ് അറ്റ് ദ ലോവർ ഫ്രീക്വൻസി ദാൻ ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇൻസിഡൻറ്റ് ലൈറ്റിനേക്കാളും ലോവർ ഫ്രീക്വൻസിയിലാണ് സ്റ്റോക്സ് ലൈൻ ഉണ്ടാവുക. അതേപോലെ ആൻറ്റി സ്റ്റോക്സ് ലൈൻ ഹയർ ഫ്രീക്വൻസിയിലാണ് ഉണ്ടാവുക. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the gross selection rule for rotational spectra requires that. ഗ്രോസ് സെലക്ഷൻ റൂളിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതേപോലെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ബാൾമർ സീരീസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ സ്പെക്ട്രൽ റീജിയൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തിൽ വരുന്നതാണ് ഇതിൻ്റെ ആൻസർ എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടേണ്ടതാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എക്സാമിന്. അതേപോലെ നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ദ ഗ്രോസ് സെലക്ഷൻ റൂൾ ഫോർ റൊട്ടേഷണൽ സ്പെക്ട്ര റിക്വയർസ് ദാറ്റ് ദ മോളിക്യൂൾ ഹാസ് എ നോൺ സീറോ ഡൈപോൾ മൊമെൻറ്റ്. ഗ്രോസ് സെലക്ഷൻ റൂളിൽ മോളിക്യൂളിന് നോൺ സീറോ ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കണം എന്നുള്ള റിക്വയർമെൻ്റ് ആണുള്ളത്. അതേപോലെ ബാൾമർ സീരീസ് നമ്മൾ പറഞ്ഞതുപോലെ വിസിബിൾ റീജിയനിലായിരിക്കും ആണ്. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഇൻ അറ്റോമിക് സ്പെക്ട്ര അറൈസസ് ഡ്യൂ ടു. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഉണ്ടാവുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? സിക്സ്ത് ക്വസ്റ്റ്യൻ, വൈബ്രേഷണൽ ട്രാൻസിഷൻ ഒക്കേഴ്സ് ഇൻ ദ ഏത് റീജിയനിലാണ് വൈബ്രേഷണൽ ട്രാൻസിഷൻ ഉണ്ടാവുക? നേരത്തെ നമ്മൾ റൊട്ടേഷണലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതേപോലെ വൈബ്രേഷണൽ ട്രാൻസിഷൻ എവിടെയാണ് ഉണ്ടാവുക? കമ്മിങ് ടു ദ ആൻസർ, ഹൈപ്പർഫൈൻ സ്ട്രക്ചർ ഇൻ അറ്റോമിക് സ്പെക്ട്ര അറൈസസ് ഡ്യൂ ടു ദ ഇലക്ട്രോൺ ന്യൂക്ലിയർ സ്പിൻ ഇൻറ്ററാക്ഷൻ. ഇലക്ട്രോൺ ന്യൂക്ലിയർ സ്പിൻ ഇൻറ്ററാക്ഷൻ വഴിയാണ്. അതേപോലെ വൈബ്രേഷൻ ട്രാൻസിഷൻ ഒക്കേഴ്സ് ഇൻ ദ ഇൻഫ്രാറെഡ് റീജിയൻ, IR റീജിയൻ. വൈബ്രേഷണൽ സ്പെക്ട്ര വൈബ്രേഷണൽ ട്രാൻസിഷൻ IR റീജിയൻ. അതേപോലെ റൊട്ടേഷണൽ സ്പെക്ട്ര ഇൻ ദ മൈക്രോവേവ് റീജിയൻ എന്നുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the seventh question, that Stark effect refers to the splitting of spectral line due to
ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ഇതിൻ്റെ ആൻസർ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അതേപോലെ ദ സെലക്ഷൻ റൂൾ ഫോർ റൊട്ടേഷണൽ ട്രാൻസിഷൻസ് ഈസ്, റൊട്ടേഷണൽ ട്രാൻസിഷൻ്റെ സെലക്ഷൻ റൂൾ എന്താണെന്നാണ് ഇതും സെറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇതിൻ്റെ ആൻസർ അറിഞ്ഞിട്ടുണ്ടാവണം. കമ്മിങ് ടു ദ ആൻസർ, സ്റ്റാർക്ക് എഫക്റ്റ് റെഫേഴ്സ് ടു ദി സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദി പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതേപോലെ സെലക്ഷൻ റൂൾ ഫോർ റൊട്ടേഷണൽ ട്രാൻസിഷൻ ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു ±1. So then coming to the last 2 questions of set 2 in the topic atomic and molecular spectroscopy. The 9th question, electronic spectra are observed in which region? Electronic spectra ഏത് റീജിയനിലാണ് ഒബ്സർവ് ചെയ്യുക? Then the fine structure in atomic spectra is due to, നമ്മളത് ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. സോ കമ്മിങ് ടു ദ ആൻസർ, the electronic spectra are observed in the ultravisible region. അൾട്രാവയലറ്റ് വിസിബിൾ റീജിയനിലാണ് ഇലക്ട്രോണിക് സ്പെക്ട്ര കാണുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്ര പഠിക്കുമ്പം അതിൻ്റെ റീജിയനും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ദ ഫൈൻ സ്ട്രക്ചർ ഇൻ ആറ്റോമിക് സ്പെക്ട്ര ഈസ് ഡ്യൂ ടു ദ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ഫൈൻ സ്ട്രക്ചർ ഇൻ ആറ്റോമിക് സ്പെക്ട്ര ഉണ്ടാകുന്നത്. സോ നമ്മൾ സെറ്റ് 2 ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയിൽ 20 ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിൽ കൊടുത്തിരിക്കുന്ന സിലബസിലുള്ള ഓരോ ടോപ്പിക്കിലുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് ഓരോ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതെല്ലാവരും നോക്കുന്ന കൂട്ടത്തിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അധികം അഡ്വാൻസ്ഡ് അല്ലാത്ത, എന്നാൽ വളരെ ബേസിക്കും അല്ലാത്ത ക്വസ്റ്റ്യൻസ്, ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വേണം ഡിസ്കസ് ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനും ഇക്വേഷൻസും കാര്യങ്ങളും കൂടി നോക്കുക. കുറേ കാര്യങ്ങൾ മീൻസ് ക്വസ്റ്റ്യൻസൊക്കെ 20 ക്വസ്റ്റ്യനായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ വേറെയും കുറേ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിലുണ്ട്. സോ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ മോഡൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓരോ ആളും മാർക്ക് എത്ര സ്കോർ ചെയ്തു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.